तस्य Hare Krishna. Very good. Next. ഞാൻ പഠിക്കട്ടെ. ആത്മതൃപ്ത്യാശ്ച മാനവാഃ ആത്മന്യ ഏവ ച സന്തുഷ്ടാ തസ്യ കാര്യം ന വിദ്യതേ. ഹരേ കൃഷ്ണ. Hare Krishna. Next. Next. ഇനി ആര് വായിക്കാം? ഗോവിന്ദ് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഓക്കെ. യസ്ത്വാ ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മനവഃ ആത്മനി ഏവ ച സന്തുഷ്ടാഃ തസ്യ കാര്യം ന വിദ്യതേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ. നെക്സ്റ്റ് ആരാ? ഓക്കെ. ഹരേ കൃഷ്ണ. ഹൃഷികേശ്. അചൽ കൃഷ്ണൻ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹൃഷികേശ് വായിക്കാമോ? യസ്ത്വാ ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മനവഃ ആത്മന്യേവ ച സന്തുഷ്ടാഃ തസ്യ കാര്യം ന വിദ്യതേ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ് അല്ല, ഇത് വെരി ഗുഡ് ആണ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. കറക്റ്റ്. ഇനി ആരാണ്? അചൽ കൃഷ്ണൻ. പ്രഭു ഇതാൾ കഴിഞ്ഞിട്ട് മതി, അപ്പൊ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, നോ ഇഷ്യൂ. ഓക്കെ, ശരി. അപ്പം നമ്മള് 17ാമത്തെ ശ്ലോകം. യസ്മാത് ആത്മതിരേവ സ്യാത് ആത്മതൃപ്തച്ഛമാനവഃ ആത്മന്യേ ഏവ ച സന്തുഷ്ടാസ്തസ്യ കാര്യം ന വിദ്യതേ. നമ്മൾ ഇനി അടുത്തത് വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവ. എന്താ ശ്രീഹരി? ഹരേ കൃഷ്ണ. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം അജ്ഞാനതിമിരാന്തസ്യ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം
സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം ദദാതി സ്വപദാന്തികം വന്ദേഹം വന്ദേഹം ശ്രീഗുരു ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീയുതപദകമലം ശ്രീഗുരു ശ്രീഗുരു വൈഷ്ണവാംച വൈഷ്ണവാംച ശ്രീരൂപം ശ്രീരൂപം സാഗ്രജാതം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം സഹഗണരഘുനാഥാനിതം തം സജീവം തം സജീവം സാദ്വൈതം സാദ്വൈതം സാവധൂതം സാവധൂതം പരിജനസഹിതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത സഹഗണലളിത ശ്രീവിശാഖ ശ്രീവിശാഖ അന്വിതാംശ അന്വിതാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ പതിതാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ വൈഷ്ണവേഭ്യോ നമോ നമഃ ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പോൾ ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേരെന്തായിരുന്നു? 3.18 അത് തന്നെ ആ ചാപ്റ്റർ കർമ്മയോഗം കർമ്മയോഗം കർമ്മയോഗം. എന്ത് കർമ്മയോഗം എന്ന് പറഞ്ഞത്? എന്ത് ഈ കർമ്മയോഗം? എന്ത് കർമ്മയോഗം? കർമ്മ എന്താ കർമ്മം? എന്താ കർമ്മയോഗം? എന്താ
കർമ്മത്തിന്റെ വല്ലതും ഉം. ഉം? കർമ്മത്തിന്റെ കർമ്മത്തിന്റെ ആ പ്രവൃത്തി ആ ആ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക. ശ്രീഹരി, വെരി ഗുഡ്. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. പ്രവൃത്തി, കർമ്മയോഗം, കർമ്മം, പ്രവൃത്തി. ഈ പ്രവൃത്തി ഏത് തരത്തിലുള്ള പ്രവൃത്തി? എന്ത് കർമ്മം? അവനവന്റെ കർമ്മം. വലിയവര് ചിലപ്പം പേരൻസ് ഒക്കെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ മുതുമുത്തശ്ശന്മാർ പറഞ്ഞേക്കാം കർമ്മഫലം, കർമ്മഫലം. അപ്പം അന്നേരം നമുക്കൊന്നും മനസ്സിലാവത്തില്ല എന്താ ഈ കർമ്മഫലം, കർമ്മഫലം അല്ലേ. ആ അവനവന്റെ കർമ്മഫലം അനുഭവിക്കുന്നു ഇല്ലേ, അങ്ങനല്ലേ പറയത്തുള്ള ചിലർ പ്രയാസപ്പെടുമ്പം ഇല്ലേ. അവനവന്റെ കർമ്മഫലം ഇല്ലേ. അപ്പൊ ചിലർ വലിയവരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ എഞ്ചിനീയറോ ഡോക്ടറൊക്കെ, അവൻ നല്ലതുപോലെ പഠിച്ചത് കൊണ്ട് അങ്ങനെ ആയി ഇല്ലേ. രണ്ട് രീതിയിൽ കേൾക്കാം. നല്ലതുപോലെ പഠിച്ചുകൊണ്ട് അങ്ങനെ ആയി, അതും കർമ്മമാണ്, അതിൻ്റെയും കർമ്മഫലമാണ്. ഈച്ച് ആൻഡ് എവരി ആക്ഷൻ ഈസ് ഹാവിങ്. എങ്ങനെയാണ് എൻ്റെ ഇക്വേഷൻ? എന്താണ് എന്താ ഇക്വേഷൻ? സയൻസ്, ഫിസിക്സ്. ഈച്ച് ആൻഡ് എവരി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റിൽ ആരാ പറഞ്ഞു തന്നെ നേരം? Who taught this point or who taught this formula? ആര് പറഞ്ഞു? കൃഷ്ണൻ. കൃഷ്ണൻ, he is a very big scientist. He is a very big scientist. അതാണ് പറയുന്നത്. ഈ ആക്ഷൻ ന്യൂട്രൽ ആയി പോകണോ എന്ത് ചെയ്യും? ഈ ആക്ഷൻ ന്യൂട്രൽ ആയി പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീട്ടില് ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലേ. ഇലക്ട്രിസിറ്റിക്ക് എത്ര വയറ് പോകുന്നുണ്ട്? എത്ര കേബിളാ പോകുന്നത്? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല, ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് എത്ര വയർ പോകും? 3 സംശയം ആർക്ക് പറയാൻ പറ്റും? ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് എത്ര വയർ പോകണം? 3 വയർ. ഓക്കെ, 3 വയർ. ബാക്കിയുള്ളവരുടെ ആൻസർ എത്ര? 2 ആണോ? 2. ഓക്കെ, അടുത്ത ആൻസർ എത്ര? വെറുതെ പറഞ്ഞു. മൂന്നിൽ കൂടുതൽ വയർ. 3 കൂടുതൽ വയർ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് പോകുമോ? ഓക്കെ, 3. പിന്നെ അടുത്തത് ആര് പറയും? ശരി, ഏതൊക്കെ വയറാ പോകുന്നത്? ഗോവിന്ദ് പറഞ്ഞു. ഗോവിന്ദ്, ഏതൊക്കെ വയറ് പോകും ഒരു ഇൻസ്ട്രുമെന്റിലേക്ക്? 2, 3 ഇലക്ട്രിസിറ്റി ആണ്. അതെ, 3. 2, 3 ഇലക്ട്രിസിറ്റി. പിന്നെ പിന്നെന്താ? ഫിസിക്സ് ആരും പഠിക്കുന്നില്ലേ? ഒരു ഇൻസ്ട്രുമെന്റ് ഫേസ് ന്യൂട്രൽ എർത്ത്. ഓക്കെ, ഈ ഫേസ് ന്യൂട്രൽ എർത്ത് എന്തൊക്കെയാ? എന്താ സംഭവം? ലൈൻ. ഓക്കെ, എന്തൊക്കെയാണ് ഫംഗ്ഷൻ? ഫേസ് ന്യൂട്രൽ എർത്ത് എന്തൊക്കെയാണ് ഫംഗ്ഷൻ? രാഹി രാശി എന്ന് പറയാൻ വരുന്നുണ്ട്. ഫേസ് ന്യൂട്രൽ എർത്ത്. ആദ്യ ഫേസ് ന്യൂട്രൽ എർത്ത് എന്ന് ഹൃഷികേശ് പറഞ്ഞു ഒരു ഇൻസ്ട്രുമെന്റിലേക്ക്. ഓക്കെ, ഈ ഫേസ് ഏതാ, ന്യൂട്രൽ ഏതാ, എർത്ത് ഏതാ? എന്താ അതിന്റെ ഫംഗ്ഷൻ? രാവിലെ ഭഗവത്ഗീത ക്ലാസ് വന്നപ്പോൾ ഫിസിക്സ് സംസാരിക്കുന്നു.
അഭിനവ് ആരോടാ ചോദിക്കുന്നേ? അച്ഛനോടോ? അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തന്നേനേന്ന്. അമ്മയോടാ ചോദിച്ചതല്ലേ? അമ്മയടുത്ത് ഡാൻസ് എങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ മതി. അടുത്ത് പറഞ്ഞത് അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു. അതെ, അച്ഛന്റെ മെയിൻ സബ്ജക്റ്റ് ആണ്. അച്ഛന്റെ മെയിൻ സബ്ജക്റ്റാ. ഓക്കെ. ഫേസ്, ന്യൂട്രൽ, എർത്ത്. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഋഷികേശ ഉത്തരം പറഞ്ഞു. ഞാൻ ഉത്തരം പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കറിയായിരുന്നു. എനിക്കറിയാത്തതുകൊണ്ട് ചോദിച്ചു. ഋഷികേശ് ഉത്തരം പറഞ്ഞു ഫേസ്, ന്യൂട്രൽ, എർത്ത്. Neutral are connected to main power wiring. ഓക്കെ. ഓക്കെ. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ. എങ്ങനെ? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ. മെയിൻ പവർ. ഫേസ് വരുന്ന മെയിൻ പവർ. ഓക്കെ. അപ്പൊ ന്യൂട്രൽ എന്താ? റിട്ടേൺ. ഓക്കെ, റിട്ടേൺ. ഓക്കെ, ശരി, അത് റിട്ടേൺ വരുന്നു. അപ്പൊ ഫേസ് ന്യൂട്രൽ. അപ്പൊ ചില ബൾബ് കത്തുമ്പോൾ 2 വയർ മാത്രമേ ഉള്ളൂ ഫേസ് ന്യൂട്രൽ. ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്തിനാ? മൂന്നാമത്തെ ദിനം വെച്ചേക്കുന്ന എർത്ത്, അത് വെച്ചില്ലേ വർക്ക് ചെയ്തില്ലേ? റൊട്ടേറ്റ് ചെയ്യാൻ ഫേസ് ന്യൂട്രൽ. എന്ത് പ്രൊട്ടക്ഷൻ? സർക്യൂട്ട് പ്രൊട്ടക്ഷൻ. അതെങ്ങനെ വരും? ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ അതെങ്ങനെ ആക്റ്റീവ് ആവുന്നത്? ഷോർട്ട് സർക്യൂട്ടിന് എങ്ങനെ ആക്റ്റീവ് ആവും? അത് എർത്തിലേക്ക് സർപ്ലസ് കറണ്ട് പോകും അല്ലേ? അല്ലേ, സർപ്ലസ് കറണ്ട് എർത്തിലേക്ക് പോകും അല്ലേ? അപ്പൊ അത് ന്യൂട്രൽ ആയിട്ട് മാറും അല്ലേ? ന്യൂട്രൽ എന്ന് പറഞ്ഞാല് പ്രോബ്ലം ഇല്ലാതെ മാറും അല്ലേ? പെട്ടെന്ന്. ശരിയല്ലേ പറഞ്ഞത്? അപ്പം നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. ഷോക്ക് അടിക്കാതെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിന് നാശമാവത്തില്ല, ഡിസ്റ്റർബ് ആവത്തില്ല, ഇൻസ്ട്രുമെന്റ്സ് നാശമാവത്തില്ല അല്ലേ? അപ്പം ഒരു പ്രൊട്ടക്റ്റഡ് ലൈനാണ് ആ എർത്ത് എന്ന് പറയുന്നത്. അപ്പം വലിയ ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുമ്പം ഫേസ് ന്യൂട്രൽ വെച്ച് കഴിഞ്ഞാലും വർക്ക് ചെയ്യും. പക്ഷേ അതിനൊരു സേഫർ സൈഡാണ് നമ്മൾ ഈ എർത്തിനെ വെക്കുന്നത് അല്ലേ? അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ പ്രവൃത്തി ഇതേപോലെയാണ്. നമ്മുടെ ഏത് പ്രവർത്തിക്കും അതൊരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ നല്ലതും വരാം, ചീത്തയും വരാം. ഈ നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ കൊണ്ടൊന്ന് ഈക്വലാക്കി വിടാൻ ഒരു സാധനമാണ് ഈ എർത്തിങ് എന്ന് പറയുന്നത്. ഈ എർത്തിങ് നമ്മുടെ ഇവിടുത്തെ എന്താണ് എർത്തിങ്? എർത്ത് ഈസ് കൃഷ്ണ. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ പ്രവൃത്തി ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പം, ഇറ്റ് ഈസ് ഫോർ കൃഷ്ണ ചെയ്യുമ്പം അതിൽ വരുന്ന നെഗറ്റീവ് റിയാക്ഷൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. അണ്ടർസ്റ്റാൻഡ്? അതിനെ ന്യൂട്രലാക്കി ഭഗവാന്റെ അടുത്തോട്ടങ്ങ് കൊണ്ടുപോകും. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഭഗവാന് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. ഇല്ലെങ്കിൽ 2 കേബിൾ മാത്രമാണെങ്കിൽ ബൾബ് കത്തും. പക്ഷേ സർപ്ലസ് കറണ്ടോ എവിടെങ്കിലും ഷോർട്ട് ആവുകയോ ചെയ്യുമ്പം നമുക്കത് ഷോക്ക് അടിക്കും. പ്രൊട്ടക്ഷൻ ഇല്ല. ഇവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് 3rd ലൈൻ ആ എർത്ത് വലിക്കുന്നത്. അതാണ് ഇവിടെ ഭഗവത്ഗീതയും നമ്മൾ പഠിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ ഒരു പ്രൊട്ടക്ഷൻ, ഇതിനെല്ലാം ചെയ്യുന്നതിന് പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഭഗവത്ഗീതയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഫസ്റ്റ് സയന്റിസ്റ്റ് കൃഷ്ണ. ഈച്ച് ആൻഡ് എവരി ആക്ഷൻ ഹാവിങ് ഈക്വൽ റിയാക്ഷൻ. ആ റിയാക്ഷൻ ചിലപ്പം വളരെ വലുതായിരിക്കും, ഡേഞ്ചറസ് ആയിരിക്കും, ചിലപ്പം വെരി ഗുഡ് ആയിരിക്കും. ഇത് രണ്ടിനെയും നമ്മൾ ഈക്വലാക്കി കൊണ്ടുപോകുന്നതിനാണ് എർത്ത്, അതായത് ഭഗവത്ഗീത, കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം
നമുക്ക് ഓക്കെ, അടുത്ത ശ്ലോകം വായിക്കാം. നൈവ തസ്യ കൃതേൻ അർദ്ധോ ന അകൃതേനേഹ കശ്ചന ന അകൃതേന കശ്ചനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥ വ്യപാശ്രയഃ. സ്ക്രീൻ ഷെയർ ചെയ്യണോ? ഞാൻ ചെയ്യട്ടെ. ആ ഓക്കെ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈവ തസ്യ ഹൃദേനാർത്ഥോ ന ഹൃദേനേക കശ്ചന ന ചാസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥ വ്യപാശ്രയഃ. നൈവ, റിപ്പീറ്റ് ചെയ്യണേ. നൈവ തസ്യ തസ്യ നൈവ തസ്യ ഹൃദേനാർത്ഥോ ഹൃദയനാർത്ഥോ ന ഹൃദേനേഹ ഹൃദയനേഹ കശ്ചന കശ്ചന ന ചാസ്യ ന ചാസ്യ സർവഭൂതേഷു സർവഭൂതേഷു കച്ചിത് അർത്ഥ കശ്ചിത് അർത്ഥ വാശ്രയഃ. വാശ്രയഃ. നൈവ തസ്യ നൈവ തസ്യ കൃതേനാർത്ഥോ ഹൃദയനാർത്ഥോ ന ഹൃദേനേഹ ന ഹൃദയനേഹ കശ്ചന കശ്ചന ന ചാസ്യ ന ചാസ്യ സർവഭൂതേഷു സർവഭൂതേഷു കച്ചിത് അർത്ഥ അർത്ഥ വാശ്രയഃ. വാശ്രയഃ. സിനോണിംസ് ആദ്യം വായിക്കാം. നെവർ, ഏവ, certainly, tasya, his, kritena, by discharge, discharge of duty. ardha, purpose, na, nor, akritena, without discharge of duty. Iha, in this world, kashana, whatever, na, never, cha, and, asya, of, sarvabhudeshu, among all living beings, kachit, any, ardha, purpose, yavasrayaha, taking shelter of. മലയാളം. ഇഹലോകത്തിൽ ഹൃദയന കർത്തവ്യ നിർവഹണം കൊണ്ട് തസ്യ അവന് അർത്ഥ പ്രയോജനം നയേവ ഇല്ല തന്നെ അകൃതേന കർത്തവ്യം നിർവഹിക്കാത്തത് കൊണ്ടും കശന അർത്ഥ ന ഒരു പ്രയോജനവുമില്ല അസ്യ ഇവന് സർവഭൂതേഷു സർവഭൂതങ്ങളിലും കച്ചിത് ഒരു അർത്ഥ വ്യപാശ്രയ ച ഉദ്ദേശത്താലുള്ള ആശയവും ന ഇല്ല. Translation by his Srila Prabhupada ki jai. A self-realized man has no purpose to fulfill in the discharge of his prescribed duties, nor has he any reason not to perform such work, nor has he any need to depend on any other living beings. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധി കർത്തവ്യം പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. നത്തിങ് ടു ബി ഏൺഡ് മോർ. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. നോ റീസൺ ടു ബി എ പറയുന്നത് വിത്തൗട്ട് എനി വർക്ക്. അവൻ മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. നോ നീഡ് ടു ഡിപ്പെൻഡ് എനിബഡി. അതാണ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. എന്തെങ്കിലും ആവശ്യം വരുമ്പം ഡിപ്പെൻഡ് ചെയ്യണം. ഡിപ്പെൻഡിങ് ആണ്. എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തില്ലേ ജീവിക്കുന്നത്. കറക്റ്റ് അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു എല്ലാവരും ഡിപ്പെൻഡ് ചെയ്താ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുമ്പം
പ്രത്യേകിച്ച് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ എവിടുന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ബൈ ചാൻസ് ആക്സിഡന്റിലി വന്ന് കിട്ടും. ഷുവർ. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാൻ നിവേദ്യം ഒരുക്കുക, ഭഗവാന്റെ വാക്കുകൾ കേൾക്കുക, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ ആഗ്രഹം ചിലപ്പോൾ ഇങ്ങനെ കിടക്കും. നമ്മൾ പേരൻസിന്റെ അടുത്ത് പറയും ഈ ആഗ്രഹമൊക്കെ ഉണ്ട്, ഇങ്ങനെയാണ്, എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അപ്പൊ പേരൻസ് പറയും, റെസ്ട്രിക്ഷൻ പറയും, ഇപ്പൊ ഒന്നും വേണ്ട, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ റിയൽ ആയിട്ട് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് തരും. ആർ യു എക്സ്പീരിയൻസ്ഡ് ലൈക്ക് ദാറ്റ്? നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, പേരൻസ് അതിന് ഡിലേ ചെയ്തു, പക്ഷേ പെട്ടെന്നൊരാൾ അത് സാധനം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തന്നു. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? എക്സ്പീരിയൻസ് ഇല്ല, ഇല്ല. ഓർമ്മയ്ക്ക് ഉണ്ടോ ആർക്കെങ്കിലും? രാഹുൽ ചിന്തിക്കുക, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെങ്കിലും പരിചയമുണ്ടോ? ഓക്കെ, പേരൻസ് അവിടെ ഇരിക്കുന്ന പേരൻസിനും പറയാൻ അനുഭവം. നമുക്കൊരു ജോലി വേണം. നമ്മൾ ഒരുപാട് ഇങ്ങനെ PSC ടെസ്റ്റ് എഴുതുന്നു, അങ്ങനെ എഴുതുന്നു. അപ്പൊ ചിലർ പറയും അവിടെ പോയി അവരെ പോയി കാണണം, ഇവിടെ പോയി കാണണം, ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടും, അങ്ങനെയൊക്കെ പറയും. നമ്മുടെ കൈ കൊടുക്കാൻ കാശൊന്നുമില്ല. ചിലർ കാശ് കൊടുത്ത് ജോലി വാങ്ങിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ കാശൊന്നും കൊടുക്കാനില്ല. ഇന്റർവ്യൂ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പാസ്സാവുന്നുണ്ട്. പക്ഷേ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1ഉം 2ഉം ഒന്നും വരുന്നില്ല. ഒരു പക്ഷെ 4ാമത്തെ ആയിരിക്കും വരുന്നത്. 10 പേരെ എടുക്കുമെന്ന് പറയും, നമ്മൾ ആഗ്രഹിച്ചിരിക്കും 4 പേര്, നമ്മൾ 4ാമത്തെ റാങ്ക് ആണല്ലോ. 10th റാങ്ക് വരെ 10 പേര് ഫസ്റ്റ് 10% എടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗവൺമെന്റ് പറയുന്നത് ഞാൻ ഫ്രീസ് ചെയ്തെന്ന് പറയും. ആദ്യത്തെ 2 പേരെ മാത്രമേ എടുക്കുന്നു. അവൻ പറയും അൺഫോർച്ചുനേറ്റ്, ലക്കില്ലെന്ന് പറയും. അപ്പൊ ചിലർ പറയും ബാക്ക് ഡോറിൽ കൂടെ പോ, ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. കാശ് കൊടുക്കാനില്ല. അപ്പൊ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ അചഞ്ചലമായ വിശ്വാസത്തോടെ ഭഗവാനെ വിളിക്കുമ്പം അത് ഏതെങ്കിലും രീതി വേറെ രീതി കറങ്ങി 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 ഒരു ജോലി വന്ന് വീഴും. സത്യം, ഇറ്റ് ഈസ് ട്രൂ. ഒരു മനോഹരമായ ഒരു കഥ പറയാം. ഓക്കെ, ഒരു കുട്ടി ഉണ്ടായിരുന്നു. നിനക്ക് ഓർമ്മ വന്നാൽ നീ പറയണം. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടി ഒരു ടോയ് ഷോപ്പിൽ കയറി. ടോയ് ഷോപ്പില് ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് കയറി. ഒരു ടോയ് കണ്ടു. ആ ടോയ്ക്ക് ഇത്തിരി നല്ല വിലയാണ്. കേൾക്കുന്നുണ്ടോ? ആ ടോയ്ക്ക് നല്ല വിലയാണ്. അപ്പം ആ കുട്ടിക്ക് ആ ടോയ് വേണം. അത് അപ്പൊ അച്ഛനെ നോക്കി ഇങ്ങനെ നോക്കി. അച്ഛൻ കണ്ണുരുട്ടി നോക്കി. ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പറഞ്ഞ് ഇപ്പൊ എനിക്ക് വേണ്ട, പിന്നെ വാങ്ങിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് ഒരു ഗസ്റ്റ് വരുന്നത്. വൈകിട്ട് ഗസ്റ്റ് വന്ന് വലിയൊരു റാപ്പ് പേപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ടൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. ഓക്കെ, ഈ ഗസ്റ്റ് അങ്ങ് പോയതിന് ശേഷം ഈ പേപ്പറൊക്കെ വലിച്ചിളക്കി നോക്കുമ്പം രാവിലെ കണ്ട ആഗ്രഹിച്ച ആ ടോയ് ഷോപ്പിൽ കണ്ട ആഗ്രഹിച്ച അതേ ടോയ് അതിനകത്തിരിക്കുന്നു. ഹൗ വണ്ടർഫുൾ ദാറ്റ് ഈസ്. എന്ത് മനസ്സിലാക്കി? എന്ത് മനസ്സിലാക്കി? എന്ത് മനസ്സിലാക്കി? രാഹുൽ എന്താ പറയുന്നത്? നമ്മളൊരു സാധനത്തിന് നല്ലോണം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിപ്പെടും. നല്ലതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല,
നമ്മൾ ആ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ആ കുട്ടി എന്നും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഭഗവാൻ അത് കേട്ടു. ആ കുട്ടിക്ക് അത് ആവശ്യം ഉണ്ടെന്ന് തോന്നി. പേരന്റിനാണെങ്കിൽ പേരന്റ് ഈസ് ഹെൽപ്ലെസ്. ആ സമയത്ത് കാശില്ലാത്തത് കൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കാഞ്ഞത്. പക്ഷെ അത് കുട്ടിയെടുത്ത് പറഞ്ഞില്ല. കുട്ടിയെടുത്ത് കണ്ണുരുട്ടിയത് മാത്രമേ ഉള്ളൂ. എന്റെ പൈസ ഇല്ലെന്നല്ല പറഞ്ഞ, കണ്ണുരുട്ടിയത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ. അത് ഗണേശ്യാം ചേട്ടന്റെ അല്ലേ? ഏ ഗണേശ്യാ ചേട്ടന്റെ ഇതല്ലേന്ന് ആര് ഈ പറഞ്ഞു കഥ? ഈ കഥ എന്ന് ഞാൻ നമ്മളെ പറഞ്ഞു? പണ്ട് കേട്ടിട്ടുണ്ട്, കൊണ്ട് ഹരേ സാറിനെ വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം ഇത് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണിത്. നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റാണ്. ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ തേർഡ് ആ എർത്ത് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഭഗവാൻ പ്രൊട്ടക്ഷൻ തരും. സോ എ സെൽഫ് റിയലൈസ്ഡ് മാൻ ഹാസ് നോ പർപ്പസ് ടു ഫുൾഫിൽ ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ്. പക്ഷേ ദേ ഷുഡ് ഡു ദ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. They should do the prescribed duty, nor has he any reason not to perform such work, nor has he any need to depend on any other living being. So, ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായി ഒന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതില്ല. ഇതിന്റെ ട്രാൻസ്ലേഷൻ പർപ്പറ്റ്, ചെറിയ പർപ്പട്ട. അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇല്ലേ? ആര് വായിക്കും? ഹരേ കൃഷ്ണ, ഞാൻ വായിക്കാം. ഓക്കെ. മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ മലയാളം വായിച്ചു. യെസ്, മലയാളം. ആ, ഭാവാർത്ഥം. അതെ. ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രമേർപ്പെടാം. അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ ശ്രീകൃഷ്ണാവബോധമെന്നു വെച്ചാൽ നൈഷ്കർമ്യമല്ലതാനും. കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നതെന്തും കർത്തവ്യ നിർവഹണമാകുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാം. വായിക്കട്ടെ? A self-realized man has no purpose to fulfill in the discharge of his prescribed duties, nor has he any reason not to perform such work, nor has he any need to depend on any other living being. ഹരേ കൃഷ്ണ. ഓക്കെ, അതിന്റെ പർപ്പട്ട് വായിച്ചു. വെരി ഗുഡ്. Self-realized man is no longer obliged to perform any prescribed duty save and expert activities in Krishna consciousness. Krishna consciousness is not an activity. Either will be as will be explained in the following verses. A Krishna conscious man does not take shelter of any person, man, or or whatever he does in Krishna consciousness is sufficient in the discharge of his obligation. വെരി ഗുഡ്. ഓക്കെ, ഇനി ആർക്ക് വായിക്കാം? ഒരു പ്രാവശ്യം കൂടെ ആർക്ക് വായിക്കാം? ഞാൻ വായിക്കട്ടെ പ്രഭു. ഓ, വായിച്ചോളൂ. A self-realized man is no longer obliged to perform any prescribed duty save and except activities in Krishna consciousness. Krishna consciousness is not inactivity either, as will be explained in the following verses. A Krishna conscious man do not take shelter of any person, man, or demigod. Whatever he does in Krishna consciousness is sufficient in the discharge of his obligation. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആർക്ക് വായിക്കാം? ഞാൻ വായിക്കട്ടെ? ഹരേ ഓ, വായിച്ചോളൂ. പർപ്പോട്ടല്ല? പർപ്പട്ട്.
A self-realized man is no longer obligated to perform any prescribed duty, save and accept activities in Krishna consciousness. Krishna consciousness is not inactivity either, as will be explained in the following verses. A Krishna conscious man does not take shelter of any person, man or demigod. Whatever he does is Krishna consciousness is sufficient in the consciousness is sufficient in the discharge of his obligation. Hare Krishna. ഇനി ആര് വായിക്കും? ഞാൻ വായിക്കട്ടെ. Yes. A self-realized man is no longer obliged to perform any prescribed duty, save and accept activities in Krishna consciousness. Krishna consciousness is not inactivity either, as will be explained in the following verses. A Krishna conscious man does not take shelter of any person, man or demigod. Whatever he does in Krishna consciousness is sufficient in the discharge of his obligation. Very good. Hare Krishna. ഇനി ആര് വായിക്കാം? ഗോവിന്ദ്. Hare Krishna. Translation ആണ്. Perfect. Perfect. Okay. A self-realized man is no longer obliged to perform any prescribed duty, save and accept activities in Krishna consciousness. Krishna consciousness is not an inactivity either, as will be explained in the following verses. A Krishna conscious man does not take any shelter from any person, man or demigod. Whatever he does in Krishna consciousness is sufficient in the discharge of his obligation. Hare Krishna. Hare Krishna. കൃഷ്ണ വായിച്ചായിരുന്നു. അച്ചൽ കൃഷ്ണ. ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. വായിച്ചായിരുന്നു. ഓക്കെ. കൃഷിയേശ് വായിച്ചു. ഇനി രാഹുൽ വായിച്ചു. A self-realized man is no longer obliged to perform any prescribed duty, save and accept activities in Krishna consciousness. Krishna consciousness is not inactivity either, as will be explained in the following verses. A Krishna conscious man does not take any shelter of any person, man or demigod. Whatever he does in Krishna consciousness is sufficient in the discharge of his obligation. Hare Krishna. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. Self-realized man is no longer obliged to perform any prescribed duty, save and accept activities in Krishna consciousness. Krishna consciousness is not an activity either, as will be explained in the following verses. A Krishna consciousness man does not take a shelter of any person, man or demigod. Whatever he does in Krishna consciousness is sufficient in the discharge of his obligation. ആത്മജ്ഞാനിക്ക് അതാണ് സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ. ആത്മജ്ഞാനി സെൽഫ് റിയലൈസ്ഡ്. വിധിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം. അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ല താനും. കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നത് എന്തും കർത്തവ്യ നിർവഹണമാകും. ഇതാണ് ഇതിനകത്ത് വേറെ പറയാം. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആത്മോപദേശം എന്നൊരു ശ്ലോകമുണ്ട്. ആത്മോപദേശം നല്ലൊരു കൃതിയാണ്. സമയം കിട്ടുമ്പോൾ വായിക്കാം. ആത്മോപദേശം. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ സ്വയം പര്യാപ്തമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ വിളിച്ച് എല്ലാം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. അതാണ് പറയുന്നത്. യു ഷുഡ് ഡു ദ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. ദർ ഈസ് നോ എനി റീസൺ നോട്ട് ടു പെർഫോം സച്ച് വർക്ക്. ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല.
നമ്മൾ വർക്ക് ജോലി ചെയ്യാതിരിക്കുന്നതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ ഇല്ല, നമ്മൾ ചെയ്യണം. ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി. ബട്ട് നോ നീഡ് ടു ഡിപ്പെൻഡ് അതേഴ്സ്. അതിൻ്റെ റിസൾട്ട് ഭഗവാൻ തരും. ടുഡേ ഓർ ടുമാറോ ഹി വിൽ ഗീവ് ദാറ്റ് വൺ. സോ കൃഷ്ണ ഈസ് ഗിവിംഗ് ദ ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. നൈവ തസ്യ കൃതേനാർത്ഥോ नैव तस्य नैव तस्य कृतेनार्थो ന കൃതേനേഹ കശ്ചന നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥവ്യപാശ്രയഃ ന ചസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥവ്യപാശ്രയഃ നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥവ്യപാശ്രയഃ നൈവ തസ്യ കൃതേനാർത്ഥോ നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന न कृदेनेह कश्चन ന ചസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥവ്യപാശ്രയഃ One more. നൈവ തസ്യ കൃതേനാർത്ഥോ नैव तस्य कृदेनार्थो ഒരു മിനിറ്റ്, ഞാൻ ഡിലീറ്റ് ചെയ്യാം. എല്ലാവരും റിപ്പീറ്റ് ചെയ്യണേ, ഞാൻ റെക്കോർഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും റിപ്പീറ്റേഷൻ ഉണ്ടാവണേ. ഞാൻ വോയിസ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് തന്നെ ഇടുക. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ആക്കിക്കോ. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഹരേ കൃഷ്ണ. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥവ്യപാശ്രയഃ നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കച്ചിത് അർത്ഥവ്യപാശ്രയഃ വെരി ഗുഡ്. ആ ട്രാൻസ്ലേഷൻ ഒന്ന് മേലോട്ട് വെക്കുമോ? ട്രാൻസ്ലേഷൻ ഓക്കെ, അപ്പ് ചെയ്തോ. ട്രാൻസ്ലേഷൻ അപ്പ് ചെയ്യാമോ അഭിനവ്? ട്രാൻസ്ലേഷൻ കാണട്ടെ. അഭിനവ്, ഹരേ കൃഷ്ണ. അഭിനവ് അല്ലേ ചെയ്തേ? ഹരേ കൃഷ്ണ. അഭിനവ് കേൾക്കുന്നുണ്ടോ?
സ്ക്രീൻ മേലോട്ട് കൊണ്ടുപോവാ. ഹരേ കൃഷ്ണ. അവന് സ്ക്രീൻ മേലോട്ട്. ഓക്കെ, ഇനി ഓരോരുത്തർക്ക് വായിക്കാം. ആർക്ക് ഫസ്റ്റ് വായിക്കാം? ഹരേ കൃഷ്ണ. ഫസ്റ്റ് ആര് വായിക്കാം? തസ്യ. ഓക്കെ, ആദ്യ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേഹ കാശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിത് കർത്തവ്യപാശ്രയഃ. ഹരേ കൃഷ്ണ. ഹരേ വെരി ഗുഡ്. കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. നൈവ തസ്യ കൃതേനേതോ ന കൃതേനേയ കശ്ചന ന കസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ വായിക്കട്ടെ. ആ, ഓക്കെ. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, അനവി. ഞാൻ പറഞ്ഞോട്ടെ. നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. വെരി ഗുഡ്. ഹരേ നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. അചൽ കൃഷ്ണൻ. Hare Krishna. Naiva tasya kridenartho na kridena kasanaha na kasya sarva bhudeshu kaschid artha vipasharaha. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഋഷികേശില്ലേ. നെക്സ്റ്റ് ഗോവിന്ദ്. രാഹുൽ. നൈവ തസ്യ കൃതേനാർത്ഥോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. വെരി ഗുഡ്. രാശി. നൈവ തസ്യ നൈവ തസ്യ കൃതേനാർത്ഥോ കൃതേനാർത്തോ ന കൃതേനേഹ ന കൃതേനേഹ കശ്ചന കശ്ചനഃ ന ചസ്യ ന ചസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ കശ്ചിദർത്ഥ വ്യപാശ്രയഃ. വിപാശ്രയഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ശ്രീഹരി. ശ്രീഹരി കേൾക്കുന്നുണ്ടോ? ശ്രീഹരി. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെല്ലാം. 1 2 3 4 സ്റ്റാർട്ട്. നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേഹ കശ്ചന ന ചസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. വെരി ഗുഡ്. ഒന്നുകൂടെ. നൈവ തസ്യ കൃതേനാർത്തോ Naiva tasya kridenartho na kasana na kasya sarva bhudeshu അർത്ഥവ്യപാശ്രയഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ശ്ലോകം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്യണം. പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നത് കൊണ്ട് യാതൊരു റീസണും ജസ്റ്റിഫിക്കേഷനും ഇല്ല. എന്നാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരും അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് ഡിം 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 ആര് കൊണ്ടുതരും? കൃഷ്ണൻ കൊണ്ടുതരും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ്
ഇനി എന്താ നെക്സ്റ്റ്? ആരിന്ന് പാട്ട് പാടാന്ന് പറഞ്ഞിരുന്നു? എപ്പോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രീത്ത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്താം. ഓക്കെ, ബ്രീത്ത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് പാടാം അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്ര ബ്രീത്ത് കൗണ്ട് എത്രയാ? 25. 25, not 50. 50, no. 25. Okay. 20. ആര്? അനബിയോ? അനബി 50. അനബി 50. അനബി എന്ന് പാടാന്ന് പറഞ്ഞത്. അനബി 50. രാഗി രാശി അനബി 50 അല്ലേ? അല്ലേ? 25. Okay. Okay. 1, 2, 3, 4. ആരുടെയും ജസ്റ്റ് മേപ്പർ വിടുന്നില്ലല്ലേ? യെസ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. കരിരാക്ഷഗഭുജ വിക്രമ കാമിത ഫലദായക കരിവരദ കല്യാണ പെരുന്തേവി മനോഹരുരേ കരിഗിരിണി വാസുരേ. ഹരേ കൃഷ്ണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന്? ഇനി ആരാ പാടാന്ന് പറഞ്ഞിരുന്നേ? ഹരേ കൃഷ്ണ. രാഖി രാശിയാണോ പാടാന്ന് പറഞ്ഞിരുന്നത്? കിസ് ആരാ ചെയ്യാന്ന് പറഞ്ഞത്? ഗോവിന്ദാണോ കിസ് ചെയ്യാന്ന് പറഞ്ഞേ? രാഹുൽ പറഞ്ഞിരുന്നില്ലേ? രാഹുൽ എന്നേ മറന്നിട്ടുണ്ട്. രാഹുല് കഴിഞ്ഞ വർഷമേ മറന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഹരേ കൃഷ്ണ. താങ്ക് യു. കുന്ദ ഗൗരീവര മന്ദിരായ മാനമകുദ മന്ദാര കുസുമാകര മകരന്ദം വാസിതുവ ചന്ദമാ മന്ദാകിനി മന്ദിരായ മാനമകുദ മന്ദാര കുസുമാകര മകരന്ദം വാസിതുവ ഹേമകൂദ സിംഹാസന വിരൂപാക്ഷ കരുണാകര മന്ദാര കുസുമാകര മകരന്ദം വാസിതുവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അജൽ കൃഷ്ണൻ എന്താ ഇൻട്രസ്റ്റ്? അജൽ കൃഷ്ണന് എക്സ്ട്രാ
ആദ്യ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് അജൽ കൃഷ്ണനോട് ചോദിക്കുകയാണ്. അജൽ കൃഷ്ണ അത് ആദ്യം ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു. ഒന്നും കൂടെ ചോദിക്കാൻ കേട്ടില്ല. അജൽ കൃഷ്ണൻ എന്താ ഇൻട്രസ്റ്റ്? വരയ്ക്കുന്ന വരയ്ക്കും. ഓക്കെ, ഞാനിപ്പോ ചിന്തിച്ചതേ ഉള്ളൂ. വരയ്ക്കുന്നവര് നല്ല രീതി വരച്ചിട്ട് അടുത്ത ആഴ്ച തന്നെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, പിന്നെ വരയ്ക്കും, പിന്നെന്താ? വായിക്കും, ബുക്ക് വായിക്കും. ഓക്കെ, പിന്നെ ഒന്നുമില്ല. പിന്നെ ഓക്കെ. അപ്പം ആദ്യം പറഞ്ഞ അടുത്ത ആഴ്ച നല്ല പാട്ട് പാടുമെന്ന്. ഓക്കെ ഇല്ലേ? അങ്ങനെയല്ലേ ആദ്യം പറഞ്ഞത്? നെക്സ്റ്റ് വീക്ക് ആയി നല്ലോണം പാടും. ഞാനും പാടും. വെരി ഗുഡ്. ശ്രീഹരി പാടും നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ അപ്പം ഗോവിന്ദന്റെ അല്ല, ഗോവിന്ദന്റെ പറഞ്ഞുള്ളൂ. ഗോവിന്ദന്റെ കിസ്സോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പാടും, പടങ്ങൾ വരയ്ക്കും, ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്കൊരു പബ്ലിക് ഇത് ചെയ്യാം. പാട്ടും ഡാൻസും വരയും എല്ലാം കൂടെ. ഓക്കെ, ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായോ? ഏകം ശാസ്ത്രമാണോ? ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്ര സത്യനാമാനി കർമ്മപി ഏകം തസ്യ ദേവസ്യ സേവ. ഓക്കെ, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ മാതാജി. ഹരേ കൃഷ്ണ. വളരെ ക്ഷമയോടെ ഇത്ര നേരം മിണ്ടാതിരുന്ന് കേട്ടതിന് ഹരേ കൃഷ്ണ. വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. ഞങ്ങള് കൗണ്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. ഹരേ കൃഷ്ണ. ഇത്രയും പേരെ ക്ഷമയോടിരുന്നില്ലേ, മിണ്ടാതിരുന്നിട്ട് കേട്ടില്ലേ? ഹരേ കൃഷ്ണ. ഇരുട്ടാ. ഹരേ കൃഷ്ണ. എന്റെ കൂട്ട്. അപ്പോൾ ഹരേ കൃഷ്ണ. രാഹുൽ, രാഖി, രാശി ഹരേ കൃഷ്ണ. പിന്നെ പുഷ്പൻജി ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. മനോജി ഹരേ കൃഷ്ണ. കൃഷ്ണ. സിന്ധു മാതാജി ഹരേ കൃഷ്ണ. അഭിനവ്, അനവി ഹരേ കൃഷ്ണ. ഋഷികേശ് ഹരേ കൃഷ്ണ. ആദ്യ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അജൽ കൃഷ്ണ ഹരേ കൃഷ്ണ. ഋഷികേശ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.